ഹലോ ഗായ്സ്. സോ ഡേ 2 ഇൻ ലങ്കാവിയാണ് ഈ വ്ളോഗിൽ നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഓറിയൻ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ സ്പോട്ടിലാണ്. വൺ ഓഫ് ദ പ്രോമിനൻ്റ് ആയിട്ട് മസ്റ്റ് ഗോ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ലങ്കാവിയിലുള്ളത്. ലങ്കാവി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും ഗൂഗിൾ ചെയ്തിട്ട് അവിടെ ഏതൊക്കെ സ്ഥലങ്ങൾ കാണാം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഈ ഓറിയൻ്റൽ വില്ലേജ് എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് പ്രൈം ഏരിയ ആണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ ഷാറുഖ് ഖാൻ്റെ ഡോൺ ഫിലിമിലെ ക്ലൈമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്കൈ ബ്രിഡ്ജ്, അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കാണ് ഇന്നത്തെ ദിവസം. സോ അത് വരുന്നത് ഈ ഓറിയൻ്റൽ വില്ലേജിൻ്റെ അകത്തോടെ കയറിയിട്ടുള്ള ഒരു സ്പോട്ടിൻ്റെ അകത്താണ്. ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും ബാക്കി കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വില്ലേജിൻ്റെ അകം തന്നെ കുറച്ചധികം കാണാനുണ്ട്, നടന്ന് കാണാനുണ്ട്. നല്ല ബിൽഡിങ്സും നല്ലൊരു നേച്ചർ ഓറിയൻ്റഡ് വ്യൂസ് ആയിട്ടാണ് ഇതിലത്തെ ഓരോ സ്പോട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല രസമാണ്. ഓൾമോസ്റ്റ് ആ ഒരു ഡെക്കറേഷൻസും അവരുടെ ബിൽഡിംഗ് സ്ട്രക്ചേഴ്സും അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന രീതിയും ഒക്കെ കാണാൻ. നമ്മളിതിലൂടെ നടന്നിട്ട് ആ ദൂരെ കാണുന്ന മലയുടെ മേലെയാണ് നമ്മൾ സ്കൈ കേബിൾ കാർ വഴി ചെല്ലുന്നത്. നല്ല ഭംഗിയാണ്. നമ്മൾ താഴത്തുനിന്ന് കാണുമ്പോൾ തന്നെ കുഞ്ഞു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭയങ്കര ദൂരമാണ്. ആൻഡ് നമ്മൾ ചെന്ന് കാണാൻ പോകുന്ന ആ ഒരു മെസ്മറൈസിങ് വ്യൂ അതിനേക്കാൾ ഗംഭീരമാണ്. കണ്ടില്ലേ, കുട്ടിക്കളി മാറാത്ത ഒരു കൂട്ടം ആൾക്കാരോടെയാണ് ഞാൻ ആ ട്രിപ്പ് എൻജോയ് ചെയ്തത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ പ്രോപ്പറായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഒരു ബ്രഞ്ച് എന്ന രീതിയിൽ ഞങ്ങൾ അവിടെയുള്ള ഫുഡ് കോർട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. ഫൈനലി ഞങ്ങൾ ഒരു പെർട്ടിക്കുലർ ഇന്ത്യൻ ടേസ്റ്റ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. മീൻ വൈൽ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നല്ല വെയിലുള്ള സ്ഥിതിക്ക് ഞങ്ങളൊരു തൊപ്പി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ അങ്ങനെ പുറത്തോട്ട് പോവുകയാണ്. കൂടെ നമ്മുടെ കാറൊന്ന് റീപാർക്ക് ചെയ്യണമായിരുന്നു. മീൻ വൈൽ ആ റെസ്റ്റോറൻറ്റിൽ അവരെല്ലാം ഇരുത്തി ആ റെസ്റ്റോറൻറ്റിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യണം പപ്പൂസ്. നല്ല എസ്തെറ്റിക് ലുക്കൊക്കെയാണ് ഓരോ ബിൽഡിങ്ങിൽ അവർ കൺസ്ട്രക്ട് ചെയ്തതിനകത്ത് വെച്ചിരിക്കുന്നത്. ഒരു ഓറിയൻ്റൽ വില്ലേജ് എന്ന രീതിയിൽ അവർ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്വാളിറ്റി ഈസ് പ്രിറ്റി മച്ച് അപ്രീഷിയേറ്റബിൾ. ഞങ്ങൾ ആൻറ്റീനും അബീനെയും നമ്മുടെ ഉമേഷിനെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ കുറച്ച് പേര് വെളിയിലോട്ട് പോയതാണ്. വിശന്ന് പറയുന്ന എല്ലാണോ ഇരിക്കുന്നത്. കാരണം നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെങ്കിൽ നല്ല രീതിയിൽ ബ്രഞ്ച് കഴിക്കാനൊക്കെ വിചാരിച്ചായിരുന്നത്. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞങ്ങൾ വിശപ്പൊന്ന് ചെറുതായിട്ട് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങുമായിരുന്നു. പിന്നെ നേരെ നമ്മൾ സ്ട്രെയിറ്റ് ടിക്കറ്റ് കൗണ്ടറോട് നടക്കുകയാണ്. കഴിച്ചിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇല്ലാത്ത തിരക്ക് എവിടുന്നോ പൊട്ടി മുളച്ചു. അത്ര തിരക്കായി മാറി. കുറേയൊക്കെ തിരക്ക് കൂടുന്നതനുസരിച്ച് ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഭയങ്കര റഷായിരിക്കും എന്നൊക്കെ. പക്ഷെ അത്രയൊന്നും ഉണ്ടാകുന്നില്ല. ചെന്ന് കയറി നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ സൈഡിലുള്ള ബിൽഡിങ്സൊക്കെ ഇങ്ങനെ നോക്കി നടന്ന് നല്ല മെല്ലെ അങ്ങോട്ട് ഓറിയൻ്റൽ വില്ലേജിനെ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ ഓരോരോ സ്പോട്ട് എൻജോയ് ചെയ്ത് തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ട് അതിൻ്റെ മേലെ പോകാനുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് ഏറ്റവും കൂടുതൽ. കാരണം ഈ ഒരു വില്ലേജിൻ്റെ അകത്ത് ഒരുപാട് അതർ സ്പോട്ടുണ്ട്. സ്ട്രീറ്റ് സോങ്സ് ഒക്കെ അവിടെ സൈഡിൽ പാടുന്നവരുണ്ട്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ ഈ ഒരു പെർട്ടിക്കുലർ സ്പോട്ട് തേടി പിടിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു സ്കൈ ഡൂം എന്ന് പറഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്. പിന്നെ ഒരു 3D മ്യൂസിയം ഉണ്ട് ഇതിനകത്ത്. അത് കുറച്ചും കൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നല്ല ഡിഫറെൻറ്റ് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പുറകെ വരുന്നതായിരിക്കും അതിൻ്റെ കൊലാപ്സ് വീഡിയോ. പിന്നെ എന്നാ ഇതിൻ്റെ അകം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടർലായിലൊക്കെ പോയിട്ട് ടിക്കറ്റ് കൗണ്ടിൽ നിന്നൊരു ഫീലാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 89 റിങ്കറ്റ്സ് ആണ് വരുന്നത്. മോർ ദാൻ 1000 റുപ്പീസ് ഇന്ത്യൻ മണി എന്ന് നമുക്ക് കണക്ക് കൂട്ടാം. പക്ഷേ വർത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് 100% വർത്തി. കാരണം ഈ വർത്തിനെസ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഓഫ് കോഴ്സ് നമ്മൾ ആ സ്കൈ ബ്രിഡ്ജിൻ്റെ മേലെ കയറുന്നതാണ്. ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പല ഓപ്ഷൻസ് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അവിടെ ഒരു ബോർഡ് തന്നെ ഉണ്ട്. ആ ബോർഡിൽ നോക്കിയിട്ട് നമുക്ക് വേണ്ട ഒരു പ്ലാൻ സൂട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക. ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് വേറെ ഒരു കൗണ്ടറാണുള്ളത്. പക്ഷേ ഞങ്ങൾ ഓഫ്ലൈൻ ബുക്കിംഗ് ആണ് ചെയ്തത്. ഓഫ്ലൈനാണ് കുറച്ചും കൂടെ ചീപ്പായിട്ട് തോന്നിയത്. അങ്ങനെ നമ്മൾ ഓഫ്ലൈൻ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നിൽക്കുവാണ്. ക്യൂവിൽ നിന്ന് നമ്മൾ ടിക്കറ്റ്സൊക്കെ എടുത്ത്
നമ്മൾ മെയിൻ ഏരിയയിലോട്ട് എൻട്രൻസിലോട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോഴാണ് അവിടെ കുറേ കാര്യങ്ങൾ റെസ്ട്രിക്റ്റഡ് ആണ്. ബോട്ടിൽസ് അകത്ത് കയറ്റത്തില്ല, പ്ലാസ്റ്റിക്സ് അകത്ത് കയറ്റത്തില്ല. അത്രയും ഹൈജീനിക്കായിട്ട് ഓരോ കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി വെള്ളം കുടിച്ചു തീർക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് എൻട്രൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് നമുക്ക് ഒരു വൺ ഓഫ് ദ വേൾഡ് റെക്കോർഡുള്ള ഒരു ഏരിയ ആണ്. ലോങ്ങസ്റ്റ് ഫ്രീ സ്പാൻ ആൻഡ് എ കർവ് ബ്രിഡ്ജ് ഇൻ ദ വേൾഡ്. അത് വേറെ ഒരു സ്ഥലത്തും ഇല്ല. ലോകത്ത് തന്നെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള വേൾഡ്സ് ലോങ്ങസ്റ്റ് കർവ് ബ്രിഡ്ജാണത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി അതിനുണ്ട്. അപ്പോൾ ആ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള സ്പോട്ടിനെ നമ്മൾ എംബ്രേസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുറവുമില്ല. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ ഒരു സ്പോട്ട് അവിടെ ഉള്ളത്. ഇങ്ങനെ ക്യൂ ഒക്കെ തീരെ കുറവാണ്, കണ്ടാൽ മനസ്സിലാവും, അത്ര ക്യൂ ഒന്നുമില്ല. പിന്നെ ഈ ഓറിയൻ്റൽ വില്ലേജ് എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ്സ് കൈൻഡ് ഓഫ് വില്ലേജ് ഏരിയ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഫാം ഏരിയാസും അവിടെ ഉണ്ട്. അതിന് വേറെ ടിക്കറ്റാണ്, ഞങ്ങളത് എടുത്തില്ല. കാരണം ഇങ്ങനെ മേലെ കൂടെ പോകുമ്പോൾ തന്നെ താഴെ ഒട്ടുമിക്ക എല്ലാ ആ ഫാമിലുള്ള എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാം. അപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ അതിൻ്റെ വലിപ്പം നമുക്ക് എക്സ്പെക്റ്റഡ് ആണ്. അടുത്തുനിന്ന് വരുമ്പോഴേക്കും അത് എത്രത്തോളം ഭംഗിയുണ്ടെന്നൊക്കെ അവിടെ. നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും സ്റ്റീപ്പ് ഒരു കേബിൾ കാർ റൈഡ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിനായിട്ടുള്ള ഭംഗി ലങ്കാവി എനിക്ക് ഒബ്വിയസ്ലി തന്നിട്ടുണ്ട്. നിമിഷ നേരം കൊണ്ടാണ് ക്ലൈമറ്റ് മാറുന്നത്. അത്രയും ചൂടും വെയിലുമായിട്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കോട കയറി നല്ല മഞ്ഞായിട്ട് ഭയങ്കര ഫോഗി ആയിട്ട് ഒരു കൂളിംഗ് എഫക്റ്റോടെയാണ് ഞങ്ങൾ കയറുന്നത്. ഒരു സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങി അടുത്ത സ്പോട്ടിൽ പോകുന്നതിന് മുന്നേ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് ഞങ്ങളെല്ലാവരും ഒന്നിച്ചിറങ്ങി നടന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള നടപ്പാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് കാണാം, ഭയങ്കര ക്ലൈമറ്റിക് ചേഞ്ചാണ് വന്നിരിക്കുന്നത്. താഴെ ചുട്ട വെയിലും ആ വെയിലത്ത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഒരു തൊപ്പിയൊക്കെ വാങ്ങാൻ വേണ്ടി പോയാൽ ഞങ്ങൾ മേലെ കയറിയപ്പോഴേക്കും നല്ല കോട. നമുക്ക് ക്ലിയർ സ്കൈന്ന് വന്ന സംഭവമേ ഇല്ല. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടത്തിലായിപ്പോയി ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് തന്നെയായിരുന്നു. കാരണം കോട കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്തോ ഒരു വേറൊരു കൈൻഡ് ഓഫ് സന്തോഷവും ഒരു ചില്ലായിട്ടുള്ളൊരു മൂഡായിരുന്നു ഇൻ ടോട്ടൽ നമുക്ക് വന്നത്. ദൂരെ നിന്ന് അത്രയും കോടയാണെന്നുണ്ടെങ്കിലും ആ കോടയിലൂടെ ദൂരത്തു നിന്നുള്ളൊരു ഫോഗി വ്യൂ ഒക്കെ കാണുമ്പോൾ വേറെ ഒരു കൈൻഡ് ഓഫ് വൈബായിരുന്നു. നല്ല കൂളിംഗ് ആയതുകൊണ്ട് തന്നെ, ഒരു ചിൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ഇൻ ടോട്ടൽ നേച്ചറിൻ്റെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വാച്ച് ചെയ്യാനും ഒബ്സർവ് ചെയ്യാനും ഒക്കെ. ഞങ്ങൾ അവിടുന്ന് പിന്നെ അടുത്തൊരു സ്പോട്ടിലോട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. ബട്ട് ഞങ്ങൾ അതിനകത്ത് കയറിയില്ല. കാരണം നമുക്ക് ചുറ്റും നടന്ന് കണ്ട് സമയം കളയേണ്ട, അടുത്ത സ്പോട്ടിലോട്ട് വേഗം പോകണം. ആ സ്കൈ ബ്രിഡ്ജ് ടോട്ടലി എൻജോയ് ചെയ്യണം എന്നൊരു മൂഡിൽ തന്നെയായിരുന്നു. പതിയെ താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ, സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് ആദ്യം വന്ന സ്പോട്ടിൽ പോയപ്പോൾ തന്നെ സ്കൈ ക്ലിയർ ആവാൻ തുടങ്ങി. അപ്പോൾ എഗെയിൻ നമ്മൾ ചെന്ന് നിന്ന ആദ്യത്തെ സ്പോട്ടിൻ്റെ ഒരു ക്ലാരിറ്റി ഓഫ് വ്യൂ, ആ ലങ്കാവി എന്ന് പറയുന്ന ഒരു മലേഷ്യയിലെ ഏറ്റവും ഒരു നോർത്ത് വെസ്റ്റേൺ കോസ്റ്റിലാണ് ഈ പെർട്ടിക്കുലർ സ്പോട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആൻഡ് മോസ്റ്റ് പ്രോമിനൻ്റ്ലി ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബെസ്റ്റ് ടു നോ അബൌട്ട് ദി ക്ലിയർ വാട്ടർ ആൻഡ് ബ്യൂട്ടിഫുൾ ബീച്ചസ്. അപ്പോൾ അത് മേലത്തുനിന്ന് നമുക്കിങ്ങനെ കാണുമ്പോൾ അതിലുള്ള ഒരു 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 ആർക്കിയോപിലോഗ് വ്യൂ ഓഫ് മലേഷ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാം. നല്ല രസമാണ്. ഒരു കുഞ്ഞു കുഞ്ഞു ഐലൻഡ് ഇങ്ങനെ പൊട്ടി മുളച്ച് നിൽക്കുന്ന കാണാൻ. അവിടുന്ന് ഇത്രയും ദൂരത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ദ റിയൽ ഡെസ്റ്റിനേഷൻ ചെന്നെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ അടുത്ത കേബിൾ കാർ കയറി വീണ്ടും ഉയരങ്ങളിലോട്ട് ഞങ്ങളിങ്ങനെ പറക്കുകയാണ് അങ്ങോട്ടോട്ട് ചെന്നെത്താൻ വേണ്ടിയിട്ട്. ദ സ്കൈ ബ്രിഡ്ജ് വ്യൂ. അപ്പോൾ അത് അങ്ങോട്ടോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതേപോലൊരു കേബിൾ കാർ വീണ്ടും എഗെയിൻ കയറണം. അതിന് എക്സ്ട്രാ ചാർജൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന നേരത്തെ ടിക്കറ്റിൽ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അവിടെ ചെല്ലുമ്പോഴേക്കും എഗെയിൻ നമുക്കവിടെ ഒരു വേറൊരു സെറ്റ് ഓഫ് വ്യൂ പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഒരു
വേറൊരു ടോപ്പ് ലെവൽ വ്യൂവും അവിടെ ഒരു കുറച്ച് റെസ്റ്റോറൻറ്റ്സും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ആൻഡ് അവിടുത്തെ ഒരു വ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാരീസിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലവ് ലോക്കറ്റ് നമുക്കവിടെ ലോക്ക് ചെയ്ത് വെക്കാം. റിച്ചുമോനുള്ള ആ ഒരു ഹിഡൻ ലവ് നമ്മളവിടെ ലോക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ്റെ സോൾ ലവ് മേറ്റിനെ എന്നെന്നും സംരക്ഷിക്കാനുള്ള പ്രോമിസ് അവനോടെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവൻ മാത്രമല്ല അതവിടെ ചെയ്തിരിക്കുന്നത്, വേറെ ചിലരും അത് ചെയ്തിട്ടുണ്ട്. അതാരെന്ന് ഞാൻ പറയുന്നില്ല. ആൻഡ് ദെൻ നമ്മൾ അവിടുന്ന് പോയത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ കാണാനാണ്. യെസ്, വി റീച്ച്ഡ് ആ ബ്യൂട്ടിഫുൾ വ്യൂ പോയിൻ്റ് ഓഫ് സ്കൈ ബ്രിഡ്ജ്. ആ ഒരു ലങ്കാവി സ്കൈ ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ ഞങ്ങൾ എത്തി. നല്ല ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ ലൈഫിൽ കണ്ടിട്ടുള്ള ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് വെൻ ഐ ഗോട്ട് ടു see the sky bridge and when I walked into that bridge by howling and laughing and cheering out loudly because എനിക്ക് അത്രയും ചിയർ ഉണ്ടാവാനുള്ള റീസൺ പോലും ഞങ്ങളവിടെ ചെന്നിട്ട് ക്ലൈമറ്റിൻ്റെ ഒരു ഡിഫറൻസ് കാരണം ഞങ്ങളെ കേട്ടില്ല എന്ന് പറഞ്ഞതാണ്. ബട്ട് ദെൻ all of a sudden things just went upside down and it just came all well for us to enjoy this day. അതുകൊണ്ട് അത്രയും റീൽസും വീഡിയോസും ഒക്കെ എടുത്ത് ഇമ്മൻസ് നമ്പർ ഓഫ് എന്താ പറയുക മൊമെൻ്റ് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്ന ഞങ്ങൾ ഭയങ്കരമായിട്ട് അവിടെ വൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ഡേ ഓൾ ടുഗെദർ. കാരണം എൻ്റെ ലൈഫിൽ സോ ഫാർ എനിക്ക് കിട്ടിയിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറി ഞാൻ അവിടെ നിന്ന് കോർ ഫുള്ളി ഉണ്ടാക്കിയിട്ടാണ് ഇറങ്ങുന്നത് വിത്ത് ലോട്ട്സ് ഓഫ് ഹാപ്പി ഫേസസ് ആൻഡ് special thanks to my boys who do whatever I want and I am so blessed for that. എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റിലുള്ളത് ഒരുതരം ലക്കിനെസ്സാണ്. ആൻഡ് ദീസ് പീപ്പിൾ just made the day very much beautiful. And special thanks to my own Anil-kutan who made this day happen. കാരണം അവനാണ് നമുക്ക് കിട്ടും സ്കൈ ബ്രിഡ്ജ് പോകാൻ പറ്റും എന്ന കോൺഫിഡൻസ് ഒക്കെ തന്നത്. പിന്നെ എൻ്റെ പപ്പൂസ് അവൻ ഈ മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള എല്ലാ വീഡിയോസും ഒപ്പിയെടുത്തു. ഇന്ന് എനിക്കിത് വീണ്ടും റിവൈൻഡ് ചെയ്ത് കാണാൻ പറ്റുന്നു. ആൻഡ് ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി ഓഫ് ലങ്കാവി.